അപ്പോൾ ഒരു എക്സാം സീസൺ വീണ്ടും PSC വന്നിട്ടുണ്ട്. അപ്പോൾ എക്സൈസ് ഓഫീസറിന്റെ എക്സാം, അതേപോലെ സെക്രട്ടറിയുടെ എക്സാം, അതേപോലെ ലാബസിന്റെ പോലുള്ള എക്സാം, ഇതിൽ ഏറ്റവും അടുത്ത് വരുന്ന എക്സൈസിന്റെ എക്സാം, അതേപോലെ സെക്രട്ടറിയുടെ എക്സാം. ഈ രണ്ട് എക്സാമും നിങ്ങൾ എക്സാം ഹാളിലോട്ട് കയറുന്നതിന് മുമ്പ് നിങ്ങൾ മെയിനായിട്ട് ശ്രദ്ധിക്കേണ്ട കുറച്ച് കാര്യങ്ങളുണ്ട്. അതായത് ഒരു തുടക്കത്തിൽ തന്നെ പറയുകയാണെങ്കിൽ നിങ്ങൾ എക്സാമിൽ നിന്ന് കൂളായിട്ട് പെർഫോം ചെയ്യേണ്ട ഒരു ആവശ്യമുണ്ട്. എല്ലാ എക്സാമിനും പറയുന്ന പോലെ തന്നെ എക്സാമിൽ നിങ്ങൾ മാക്സിമം ഫോക്കസ്ഡ് ആയിട്ട് ക്വസ്റ്റ്യൻ പേപ്പർ വായിക്കുന്ന ഒരു മൈൻഡ് ഉണ്ടെങ്കിൽ മാത്രമേ മാക്സിമം മാർക്ക് അതിൽ നിന്ന് സ്കോർ ചെയ്യാൻ പറ്റുള്ളൂ. അതായത് നിങ്ങൾക്ക് ആ എക്സാമിന് നിങ്ങൾ നല്ല രീതിയിൽ സ്കോർ ചെയ്താൽ മാത്രമാണ് നിങ്ങൾ ടോപ്പ് ലിസ്റ്റിലോട്ട് വരുന്നത്, ടോപ്പ് റാങ്ക് ലിസ്റ്റിലോട്ട് വരുന്നത്. അപ്പോൾ എക്സൈസ് പോലുള്ള എക്സാമിനൊക്കെ ആണെങ്കിൽ ഒരു മാർക്ക് 2 മാർക്കിന്റെ വ്യത്യാസത്തിന് ആ റാങ്ക് ലിസ്റ്റിന് പുറത്തോട്ട് പോകാനുള്ള ഒരു ചാൻസ് വരെ അതിനകത്ത് വരും. ചിലപ്പോൾ ഒരു 4 മാർക്ക് 5 മാർക്കിന്റെ വ്യത്യാസത്തിൽ റാങ്കിന്റെ ടോപ്പിൽ നിന്ന് സപ്ലിമെന്റ് ലിസ്റ്റിലോട്ടൊക്കെ വരാൻ ഒക്കെ ചാൻസ് ഉള്ള എക്സാംസ് ആണ് ഇതൊക്കെ. ഈ പറഞ്ഞ 2 എക്സാം, സെക്രട്ടറി എന്ന് പറഞ്ഞ എക്സാമും അതേപോലെ എക്സൈസ് പോലുള്ള എക്സാം. അപ്പോൾ എക്സൈസിന് ചിലപ്പോൾ ഒരുപാട് റേഞ്ചിൽ മാർക്ക് വരാം. പക്ഷെ ഒരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ വളരെ കുറച്ച് പേർക്ക് മാത്രമാണ് അഡ്വൈസ് ഇപ്പൊ പോകുന്ന പോലെയൊക്കെ പോകുന്നതെങ്കിൽ ഒരു ഏറ്റവും ടോപ്പായിട്ടുള്ള മാർക്ക്, ഒരു ടോപ്പ് മാർക്ക് ഇപ്പോൾ ഒരു 72 ടോപ്പ് മാർക്ക്, 70 തൊട്ട് 72 വരെ മാർക്കുള്ളവർക്ക് മാത്രം അഡ്വൈസ് പോകുന്ന ഒരു സ്ഥിതി അതിൽ വരാം. അതായത് ടോപ്പ് ആകുക എന്നുള്ള രീതിയിലുള്ള ഒരു എക്സാം എഴുതലായിരിക്കും നിങ്ങൾക്ക് വേണ്ടത്. എക്സൈസ് പോലുള്ള എക്സാം, സെക്രട്ടറി പോലുള്ള എക്സാമിന് ഒരുപാട് മാർക്ക് റേഞ്ചിലുള്ളവർക്ക് കയറാൻ പറ്റും. അതായത് ഇപ്പോൾ കട്ട് ഓഫ് വരുന്ന ഒരു 65 കട്ട് ഓഫ് വരുന്നതെങ്കിൽ, കട്ട് ഓഫ് ഞാൻ ഒരിക്കലും പ്രഡിക്റ്റ് ചെയ്യല്ല, എക്സാം ടഫ് ആണോ ഈസി ആണോ എന്നുള്ള അനുസരിച്ചിരിക്കും കട്ട് ഓഫ്. അപ്പോൾ എക്സാമിന് ഇപ്പോൾ ഉദാഹരണത്തിന് കട്ട് ഓഫ് വരുന്ന 65 ആണെങ്കിൽ ചിലപ്പോൾ ഒരു 75 തൊട്ട് 65 വരെയുള്ളവർ ജോലിക്ക് കയറിയേക്കാം. അതുപോലെ തന്നെ കട്ട് ഓഫ് ഇപ്പോൾ ഒരു 55 ആണെങ്കിൽ ഒരു 65 തൊട്ട് അല്ലെങ്കിൽ 68 തൊട്ട് ഒരു 55 വരെയുള്ളവർ ജോലിക്ക് കയറിയേക്കാം. സെക്രട്ടറി എന്ന് പറയുമ്പോഴത്തേക്ക് അത്രയും വൈഡ് ആയിട്ടുള്ള ഒരു സെലക്ഷൻ കാൻഡിഡേറ്റ്സിന്റെ നമ്പർ ഓഫ് കാൻഡിഡേറ്റ് സെലക്ഷൻ കൂടുതലായതുകൊണ്ട് അത്രയും റേഞ്ചിൽ വരാം. എക്സൈസ് എക്സാം എഴുതുന്നവരെ സംബന്ധിച്ചോളം ഒരു ടോപ്പ് മാർക്ക് ഇപ്പോൾ 72 ഉള്ള ആളാണ് ടോപ്പ് വരുന്നതെങ്കിൽ 70 മാർക്ക് വരെ ഉള്ളവർ അല്ലെങ്കിൽ 68 മാർക്ക് വരെ ഉള്ളവർ ആണ് കൂടുതൽ സേഫ് എന്നുള്ള രീതിയിലോട്ട് പോകുന്ന ഒരു എക്സാമാണ്. അപ്പൊ ഇതെല്ലാം പറഞ്ഞ് നമുക്ക് തുടങ്ങേണ്ട ഒരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇതെല്ലാം ഞാൻ പറയാൻ കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ, നിങ്ങൾ ഈ 2 എക്സാംസിന്റെ കാര്യത്തിലും നിങ്ങളുടെ ആ പ്രിപ്പറേഷൻ ഉണ്ടല്ലോ, എക്സാമിന്റെ പ്രിപ്പറേഷൻ എത്രത്തോളം ബലവത്താകുന്നു എന്നുള്ളൊരു കാര്യമാണ് ആ എക്സാം എങ്ങനെ നിങ്ങൾ എഴുതുന്നു എന്നുള്ളത്. ആ എക്സാം എഴുതുമ്പോഴത്തേക്ക് ആ ഒരു ക്വസ്റ്റ്യൻ വായിക്കുന്ന രീതി എന്ന് പറയുമ്പോഴത്തേക്ക് ആ ക്വസ്റ്റ്യൻ പൂർണ്ണമായിട്ടും ശ്രദ്ധിച്ചുകൊണ്ട് വേണം ആ ക്വസ്റ്റ്യൻ വായിക്കാനായിട്ട്. അത് ഏറ്റവും പ്രധാനമാണ്. നിങ്ങൾ എത്രത്തോളം കോൺസെൻട്രേറ്റഡ് ആയിട്ടൊരു ചോദ്യം വായിക്കുന്നു അതനുസരിച്ചിട്ട് നിങ്ങളുടെ കെയർലെസ് മിസ്റ്റേക്സ് ഒഴിവായി മാറും. അതായത് നിങ്ങൾ നല്ല രീതിയിൽ ശ്രദ്ധിച്ച് വായിച്ചാൽ മാത്രമേ ആ ചോദ്യത്തിൽ അടങ്ങിയിരിക്കുന്ന അപകടങ്ങൾ നിങ്ങൾക്ക് മനസ്സിലാക്കാനായിട്ട് സാധിക്കുകയുള്ളൂ. എന്തുവാണ് ചോദ്യത്തിൽ അപകടങ്ങൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ചോദ്യകർത്താവ് എപ്പോഴും നോക്കുന്നത് നിങ്ങൾ തെറ്റിക്കുക എന്നുള്ളൊരു കാര്യത്തിന് വേണ്ടിയായിരിക്കും. അപ്പോഴും നിങ്ങൾ ചെയ്തു വരുമ്പോഴത്തേക്ക് 100 ചോദ്യങ്ങൾ ഉള്ളപ്പോഴത്തേക്ക് ആദ്യത്തെ റൗണ്ട് നിങ്ങൾ ചെയ്തു പോകുമ്പോൾ എല്ലാപ്പോഴും എക്സാം എഴുതുമ്പോൾ പറയുന്നത് പോലെ തന്നെ 3 റൗണ്ടിൽ തന്നെ എക്സാം എഴുതി ഫിനിഷ് ചെയ്യുക. ഫസ്റ്റ് റൗണ്ടിൽ അറിയാവുന്ന ചോദ്യങ്ങൾ മാത്രം, സെക്കൻഡ് റൗണ്ടിൽ ഫസ്റ്റ് റൗണ്ടിൽ എഴുതാൻ പറ്റാഞ്ഞ കുറച്ച് ചോദ്യങ്ങൾ, തേർഡ് റൗണ്ടിൽ എലിമിനേഷൻ പോലെയുള്ള രീതികൾ വെച്ചിട്ട് ഒരു 10-15 ചോദ്യങ്ങളും കൂടി ചെയ്യുന്ന രീതിയിൽ എക്സാം ഫിനിഷ് ചെയ്യുക. അപ്പോൾ എക്സൈസിനാണെങ്കിലും നമ്മുടെ സെക്രട്ടറിക്ക് ആണെങ്കിലും ഒരുപാട് ചോദ്യങ്ങൾ അറ്റംപ്റ്റിലോട്ട് പോകേണ്ട ആവശ്യം വരും. അതും അറ്റംപ്റ്റും കാര്യങ്ങളൊക്കെ നിങ്ങളുടെ റിസ്കിൽ നിങ്ങൾ തന്നെ ചെയ്യുക. അത് ഞാൻ എത്രത്തോളം ഒന്നും മുൻകൂട്ടി പറയാൻ പാടില്ല. മുൻകൂട്ടി പറഞ്ഞു കഴിഞ്ഞു കഴിഞ്ഞാൽ അത് ഒരു അപകടത്തിലോട്ട് ചെന്ന് വീഴും. കാര്യം എക്സാം ഭയങ്കര ടഫാണെങ്കിൽ, ഇപ്പോൾ ഞാൻ പറഞ്ഞു കൂടുതൽ അറ്റൻഡ് ചെയ്യണമെന്ന് പറഞ്ഞു, അപ്പോൾ നിങ്ങൾ കൂടുതൽ അറ്റൻഡ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് മാർക്ക് കുറയും. അങ്ങനെയുള്ള കാര്യങ്ങളുണ്ട്. അപ്പോൾ എക്സാമിന്റെ സമയത്ത് എക്സാം ഹാളിൽ ഇരുന്നാണ് നിങ്ങൾ തീരുമാനിക്കേണ്ടത് എത്ര ക്വസ്റ്റ്യൻ അറ്റൻഡ് ചെയ്യണമെന്നുള്ളത്. എക്സാം ഹാളിൽ ആ ചോദ്യത്തിന്റെ പോക്ക്, ആദ്യത്തെ ഒരു 15 മിനിറ്റിൽ ആ ചോദ്യങ്ങൾ ചെയ്ത് നിങ്ങൾ എങ്ങോട്ടാണ് പോകുന്നത്, ടഫായിട്ടുള്ള ഒരു ചോദ്യ പേപ്പറിലാണ് നിങ്ങൾ പോകുന്നതെങ്കിൽ നിങ്ങൾക്ക് മനസ്സിലാക്കണം, ഓവറായിട്ട് അറ്റംപ്റ്റിലോട്ട് പോയി കാര്യങ്ങൾ കുളവാക്കുന്ന രീതിയിലോട്ട് പോകരുത്. കാര്യം 50ഉം 55ഉം ഒക്കെ കട്ട് ഓഫ് വന്നിട്ടുള്ള എക്സാംസ് അടുത്തിടയ്ക്ക് നടന്നിട്ടുണ്ട് ഒരുപാട്. അതുകൊണ്ട് തന്നെ പണ്ടും ഉണ്ടായിരുന്നു അങ്ങനത്തെ എക്സാംസ്. അപ്പോൾ ഈ 2 രീതിയിലുള്ള എക്സാമിനെ നിങ്ങൾ വിലയിരുത്താനായിട്ട് നിങ്ങൾക്ക് അവിടെ തന്നെ സാധിക്കണം. ഒരു 50-55 കട്ട് ഓഫ് വരുന്ന ഒരു എക്സാം ആണോ, ഇല്ലെങ്കിൽ 70-75 കട്ട് ഓഫ് പോകുന്ന ഒരു എക്സാം ആണോ എന്നുള്ള കാര്യം അവിടെ ഇരുന്ന് തന്നെ വിലയിരുത്താൻ സാധിക്കുന്ന രീതിയിൽ എക്സാം അറ്റൻഡ് ചെയ്യുക. അപ്പൊ അതിൽ ഏറ്റവും നിങ്ങൾ ശ്രദ്ധിക്കേണ്ട കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ, നിങ്ങളുടെ ആ അറ്റംപ്റ്റ് പോകുമ്പോഴത്തേക്ക് അതനുസരിച്ചുള്ള അറ്റംപ്റ്റ് നിങ്ങൾക്ക് അവിടെ പോകേണ്ടി വരും. അപ്പൊ എങ്ങനെയാണ് ഒരു എക്സാം കഴിയുമ്പോൾ തന്നെ ഒരുപാട് ടീച്ചേഴ്സ്, ഒരു ക്വസ്റ്റ്യൻ പേപ്പർ കാണുമ്പോൾ തന്നെ ഒരുപാട് ടീച്ചേഴ്സും യൂട്യൂബ് ചാനലുകാരും കട്ട് ഓഫ് പ്രഡിക്ഷൻ നടത്തുന്നത് എങ്ങനെയാണ്, ഇല്ലെങ്കിൽ ഇത്രയായിരിക്കും, ഈ റേഞ്ചിലായിരിക്കും കട്ട് ഓഫ് വരുന്നതെന്ന് ഒരുപാട് ടീച്ചേഴ്സ് പറയുന്നത് എന്തുകൊണ്ടാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഒരു ചോദ്യ പേപ്പർ കണ്ടു കഴിഞ്ഞാൽ അത് വെച്ചിട്ട് ഒരു കട്ട് ഓഫ് ഏകദേശം നമുക്ക് നമ്മുടെ മൈൻഡിൽ വരണം. അങ്ങനെ ഒരു കട്ട് ഓഫ് പ്രഡിക്ഷൻ നിങ്ങൾ ആ എക്സാം ഹാളിൽ വെച്ച് തന്നെ നടത്തിയ ശേഷം നിങ്ങളുടെ അറ്റംപ്റ്റ് ആ കട്ട് ഓഫ് പ്രഡിക്ഷനേക്കാളും ഒരു 20 ചോദ്യങ്ങൾ കൂട്ടി നിങ്ങൾ അറ്റംപ്റ്റ് ചെയ്യുക. കട്ട് ഓഫിനേക്കാളും 20 ചോദ്യങ്ങൾ കൂട്ടി എന്ന് പറഞ്ഞാൽ ഇപ്പോൾ 80 കട്ട് ഓഫ് എങ്കിൽ 100 കൂടുതൽ എഴുതണം എന്നല്ല ഞാൻ പറഞ്ഞത്. കട്ട് ഓഫിനേക്കാൾ 20 ചോദ്യങ്ങൾ കൂട്ടി എന്ന് പറയുമ്പോൾ കട്ട് ഓഫ് നിങ്ങൾ നിങ്ങളുടെ ഒരു ഊഹം ഉണ്ടാവുമല്ലോ. ഇപ്പോൾ 70 നിങ്ങൾ കട്ട് ഓഫ് പ്രതീക്ഷിക്കുന്നതെങ്കിൽ 70ന്റെ കൂട്ടത്തിൽ ഒരു 20 കൂടി കൂട്ടി 90 അറ്റംപ്റ്റ് ചെയ്യുക. എന്തിനാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഒരു 5 ചോദ്യം 6 ചോദ്യം വരെ ഡിലീറ്റ് ചെയ്യും.
അത് കഴിഞ്ഞൊരു 12 നെഗറ്റീവും കൂടി വരുമ്പോഴത്തേക്ക് നിങ്ങൾക്ക് 70-71 മാർക്ക് അല്ലെങ്കിൽ 72 മാർക്കിലോട്ട് നിങ്ങൾ എത്തി നിൽക്കും. അപ്പൊ റിവേഴ്സ് ആയിട്ട് ചിന്തിച്ച് വരുമ്പോഴത്തേക്ക് നിങ്ങൾ 90 അറ്റംപ്റ്റിലോട്ട് പോകണം. 70 കട്ട് ഓഫ് നിങ്ങൾ പ്രതീക്ഷിക്കുന്നത് 90 അറ്റംപ്റ്റിലോട്ട് പോകുമ്പോൾ അല്ലെങ്കിൽ 92 അറ്റംപ്റ്റിലോട്ട് പോകുമ്പോൾ ഓട്ടോമാറ്റിക്കലി ഡൗൺ ചെയ്ത് വരുമ്പോഴത്തേക്ക് നിങ്ങൾക്ക് 70 മാർക്കിലോട്ട് വരും, ഡിലീഷനും അതേപോലെ നെഗറ്റീവ് മാർക്ക് കഴിഞ്ഞിട്ട്. ഇത് തന്നെ നിങ്ങൾക്ക് അപ്സ്കെയിൽ ചെയ്യാം. സ്കെയിൽ ചെയ്യാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ 70 കട്ട് ഓഫ് വരുമ്പോൾ നിങ്ങൾക്ക് ഒരു 76 മാർക്ക് വേണമെങ്കിൽ എങ്ങനെ പോയാലും നിങ്ങളുടെ അറ്റംപ്റ്റ് നല്ല രീതിക്ക് ഉയരണം. എത്രത്തോളം ഉയരണം എന്നുള്ളത് നിങ്ങൾ തന്നെ തീരുമാനിക്കണം. ഈ 90 എന്നുള്ള പോലും അറ്റംപ്റ്റ് പോരാതെ വരും. അപ്പൊ നിങ്ങൾ ചോദിക്കും, ഒരു അറ്റംപ്റ്റ് കൂട്ടിക്കഴിഞ്ഞാൽ നിങ്ങളുടെ നെഗറ്റീവ് മാർക്ക് കൂടില്ല എന്നുള്ള ചോദ്യം സ്ഥിരം ചോദിക്കുന്ന പോലെ ചോദിക്കും. നെഗറ്റീവ് മാർക്ക് കൂടിയാൽ എന്ത് ചെയ്യും, ആ മാർക്ക് ആര് തരും, അല്ലെങ്കിൽ ആ പോയ മാർക്ക് ആര് തരും? ആ പോയ മാർക്ക് ആർക്കും തരാൻ പറ്റില്ല. അത് തന്നെയാണ് പറഞ്ഞത്. ഇത് നമ്മുടെ സ്വന്തം റിസ്കിലാണ് ഈ ഒരു കാര്യം ചെയ്യേണ്ടത്. സ്വന്തം റിസ്കിൽ ചെയ്യുമ്പോഴത്തേക്ക് നമ്മുടെ ആ ഒരു എക്സാം ഹാളിൽ നമ്മൾ എത്രത്തോളം എക്സാമിന് പഠിച്ചിട്ട് പോകുന്നോ അതനുസരിച്ച് മാത്രമാണ് നമുക്ക് അറ്റംപ്റ്റ് ചെയ്യാൻ പറ്റുന്നത്. നന്നായിട്ട് പഠിച്ച ഒരാൾക്ക് ഒരുപാട് ചോദ്യങ്ങൾ അറ്റംപ്റ്റ് ചെയ്യാൻ പറ്റും, പ്രൊവൈഡഡ് അദ്ദേഹത്തിന്റെ മൈൻഡ് നല്ല ക്ലിയർ ആയിട്ടുണ്ടെങ്കിൽ, ക്രിസ്റ്റൽ ക്ലിയർ ആയിട്ടുള്ള ഒരു മൈൻഡുമായിട്ടാണ് എക്സാമിന് അയാൾ പോകുന്നതെങ്കിൽ അയാൾക്ക് നന്നായിട്ട് അറ്റംപ്റ്റ് ചെയ്യാൻ പറ്റും. നേരെ മറിച്ച് അയാൾ നല്ല ടെൻസ്ഡ് ആണ്, നല്ല ടെൻഷനാണ്, എക്സാം ഹാളിലോട്ട് ചെല്ലാൻ ലേറ്റായി ഓടി ചെന്ന് കയറി, ഇല്ലെങ്കിൽ അങ്ങനെയുള്ള കാര്യങ്ങൾ. അപ്പോൾ ഇങ്ങനെയുള്ള പല കാര്യങ്ങളും നമ്മുടെ അവിടുത്തെ മൈൻഡിനെ താളം മാറ്റാനുള്ള കാര്യങ്ങൾ ഒരുപാട് വരും എക്സാം ഹാളിൽ. അപ്പോൾ ആ കാര്യങ്ങളെല്ലാം ഒഴിവാക്കാനായിട്ട് മെയിനായിട്ടും എക്സാം ഹാളിൽ നേരത്തെ തന്നെ ചെല്ലും. 1 മണിക്കൂർ മുമ്പേ ഇല്ല. നിങ്ങൾക്ക് ഇപ്പോൾ ചിലപ്പോൾ തോന്നും 2 കിലോമീറ്റർ അപ്പുറത്താണ് എക്സാം ഹാൾ, അതുകൊണ്ട് ഒരു 12:30 ഒരു എക്സാം ഉണ്ടെങ്കിൽ, 10:30 ഒരു എക്സാം ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് 10:15 വീട്ടിൽ നിന്ന് ഇറങ്ങിയാൽ മതി. അവിടെ വരെ 10:25 ചെല്ലും, അവിടെ നിന്ന് ഓടി 10:30 അവിടെ കയറി ചാടിയിരിക്കുക. അങ്ങനെ ഒന്നും കാൽക്കുലേറ്റ് ചെയ്യേണ്ട. 1 മണിക്കൂർ മുന്നേ ചെല്ലുന്ന രീതിയിൽ ഏതൊരു എക്സാമിനും, PSC അല്ല, SSC അല്ല, റെയിൽവേ അല്ല, ഏത് എക്സാം ആണെങ്കിലും അങ്ങനെ പോയി ശീലിക്കുന്നത് ഏറ്റവും നല്ലതായിരിക്കും. അങ്ങനെ കാരണം നമുക്ക് ഒരു കാര്യം നേരത്തെ ചെയ്തു എന്നുള്ളത് കൊണ്ട് പലപ്പോഴും നമുക്കൊരു തെറ്റായിട്ട് വരാറില്ല. പക്ഷെ ഒരു കാര്യം താമസിച്ച് കഴിഞ്ഞാൽ പലപ്പോഴും നമ്മൾ അവിടെ പണിഷ്മെന്റ് അല്ലെങ്കിൽ പല പ്രശ്നങ്ങളിലോട്ട് നമ്മൾ പോകാറുണ്ട്. PSC കാര്യത്തിൽ മാത്രമല്ല, എന്ത് കാര്യവും അതുപോലെ തന്നെയാണ്. കുറച്ച് മുമ്പേ ചെയ്ത് തീർക്കുന്നതാണ് എല്ലാ കാര്യത്തിനും ഒരു ബെറ്റർ എന്ന് പറയുന്നത്. അതുകൊണ്ട് തന്നെ എക്സാം ഹാളിന്റെ സമയത്ത് എത്തിച്ചേരുക, ടെൻഷൻ ഇല്ലാതെ എത്തിച്ചേരുക എന്നുള്ളത് ഏറ്റവും പ്രധാനം. ടെൻഷൻ ഇല്ലാതെ എത്തിച്ചേരാനായിട്ട് നിങ്ങൾക്ക് നാളെ രാവിലെ എക്സാം ഉണ്ടെങ്കിൽ ഇന്ന് രാത്രി 1 മണി വരെ പഠിച്ചിട്ട് നാളെ വെളുപ്പിനെ 2 മണിക്ക് എണീറ്റ് പിന്നെയും 5 മണിക്കൂർ പഠിച്ചിട്ട് സൂപ്പർ ഫാസ്റ്റിന് കയറി, അങ്ങനെ ആ രീതിക്ക് ചിന്തിക്കരുത്. എക്സാമിന് പോകുന്നു എന്ന രീതിക്ക് ചിന്തിക്കരുത്. നിങ്ങൾ ബ്രെയിൻ ഒരു റെസ്റ്റ് കൊടുക്കുമ്പോൾ മാത്രമാണ് നിങ്ങളുടെ ടെൻഷൻ ഡൗൺ ആവുന്നത്. നിങ്ങൾ നാളെ എക്സാം ഉള്ളവരാണെങ്കിൽ നാളത്തെ എക്സാമിന് നിങ്ങൾ ഇന്നത്തെ ദിവസമെങ്കിലും ഇനിയെങ്കിലും ബ്രെയിനൊരു റെസ്റ്റ് കൊടുക്കുക. കാര്യം നിങ്ങളുടെ പ്രിപ്പറേഷൻ ഇത്ര നാൾ നിങ്ങൾ പ്രിപ്പയർ ചെയ്ത്, ഇൻ കേസ് നിങ്ങൾ പ്രിപ്പയർ ചെയ്തില്ലെങ്കിൽ പോലും നിങ്ങളൊരു ബ്രെയിനൊരു റെസ്റ്റ് കൊടുക്കേണ്ട അത്യാവശ്യമാണ്. അപ്പോൾ മാർക്ക് നഷ്ടപ്പെടില്ല എന്നൊരു ചോദ്യം നിങ്ങൾക്ക് വരും. പക്ഷെ ആ മാർക്ക് നഷ്ടപ്പെടുന്നതിനേക്കാളും കൂടുതൽ നിങ്ങൾക്ക് നിങ്ങൾ ഇതിനു മുമ്പേ പഠിച്ചു, ഇന്നത്തെ ദിവസത്തിന് മുമ്പേ പഠിച്ചിട്ടുള്ള ആ ഒരു കാര്യങ്ങൾ വീണ്ടെടുക്കാനായിട്ട് നിങ്ങൾക്ക് ആ എക്സാം ഹാളിൽ കൂളായിട്ട് ഇരിക്കേണ്ടത് അത്യാവശ്യമാണ്. അതുകൊണ്ട് തന്നെ ഒരു റെസ്റ്റ് ബ്രെയിനിന് കൊടുക്കുക ഇന്നത്തെ ദിവസം. അതേപോലെ സെക്രട്ടറി OA എക്സാം ഉള്ളവരാണ് എങ്കിൽ നിങ്ങൾ ഇനിയുള്ള ഒരു 3-4 ദിവസത്തിൽ ഏതെങ്കിലും ലാസ്റ്റ് 2 ദിവസം നിങ്ങൾ ഒരു ബ്രെയിന് റെസ്റ്റ് കൊടുക്കാനായിട്ട് ശ്രമിക്കുക. അപ്പോൾ അത് ഏറ്റവും പ്രധാനമാണ്. കാര്യം റിപ്പീറ്റായി പറയുന്നത് ഓരോ എക്സാം വരുമ്പോഴും ഈ ഒരു ബേസിക് കാര്യങ്ങൾ മാറ്റം വരുന്നില്ല എന്നുള്ളതുകൊണ്ട് തന്നെയാണ് ഈ 2 ദിവസം റെസ്റ്റ് കൊടുക്കുക എന്നുള്ള കാര്യം റിപ്പീറ്റ് ആയിട്ട് പറയുന്നത്. അപ്പോൾ അങ്ങനെ ഒരു റെസ്റ്റ് വരുമ്പോഴത്തേക്ക് ഓട്ടോമാറ്റിക്കലി നമ്മുടെ ബ്രെയിൻ ഒന്ന് റീഫ്രഷ് ആയി ആ പഴയ കാര്യങ്ങൾ നമ്മുടെ ലോങ് ടേം മെമ്മറിയിലോട്ട് പോയ, അതായത് നമ്മുടെ സ്ഥിര മെമ്മറിയിലോട്ട് പോയ കാര്യങ്ങൾ നമുക്ക് എക്സാം ഹാളിൽ വീണ്ടെടുക്കണമെങ്കിൽ ബ്രെയിനിന് എക്സാമിന് മുമ്പേ ഒരു 1-2 ദിവസം നല്ല റെസ്റ്റ് ഉണ്ടെങ്കിലാണ് അങ്ങനെ വീണ്ടെടുക്കാനായിട്ട് സാധിക്കുന്നത്. ഇല്ലെങ്കിൽ അവിടെ ചെല്ലുമ്പോഴത്തേക്ക് നമുക്ക് നമ്മൾ തലേദിവസം രാത്രി വരെ ഇരുന്ന് പഠിച്ച് വെളുപ്പിനിട്ട് പഠിക്കുമ്പോഴത്തേക്ക് അവിടെ ചെല്ലുമ്പോഴത്തേക്ക് നമ്മുടെ മൈൻഡ് ബ്ലാങ്ക് ആയിരിക്കും. മൈൻഡ് ബ്ലാങ്ക് ആകുമ്പോഴത്തേക്ക് നമ്മൾ എഴുതുന്നത് പലതും തെറ്റും. നമുക്കൊന്നും ബ്രെയിനിൽ നിന്ന് കയ്യിലോട്ട് കിട്ടാതാവും. അപ്പൊ നമ്മൾ കറപ്പിക്കുമ്പോഴത്തേക്ക് പലതും തെറ്റി നെഗറ്റീവിലോട്ട് പോകാൻ സാധ്യതയുണ്ട്. അതുകൊണ്ട് തന്നെ നാളെയാണ് എക്സാം എങ്കിൽ ഇന്നെങ്കിലും നമ്മൾ ഫുള്ള് റെസ്റ്റ് ഇനിയെങ്കിലും കൊടുത്ത് പോവുക. അപ്പോൾ ഓട്ടോമാറ്റിക്കലി നിങ്ങൾക്ക് ചിന്ത വരുന്നത് നമ്മൾ ലാസ്റ്റത്തേക്ക് വെച്ചേക്കുന്ന കറണ്ട് അഫയേഴ്സ്, സ്പെഷ്യൽ ടോപ്പിക് പോലുള്ള കാര്യങ്ങൾ ഇനിയും പഠിച്ച് തീർത്തിട്ടില്ല, അത് എന്ത് ചെയ്യണമെന്ന് ചോദിക്കുവാണെങ്കിൽ നിങ്ങൾ അതിന്റെ ഏതെങ്കിലും ഒരു വീഡിയോയും കാര്യങ്ങളൊക്കെ കണ്ടിട്ട് അതൊന്ന് സ്പീഡിലൊന്ന് പഠിച്ചു തീർക്കാനായിട്ട് നോക്കുക. നിങ്ങൾ എക്സാം ഉള്ളവരാണെങ്കിൽ ഒരു കറണ്ട് അഫയേഴ്സിന്റെ ഒക്കെ വീഡിയോ ഒക്കെ കണ്ടിട്ട് ഒന്ന് ജസ്റ്റ് ഒന്ന് ഓടിച്ചൊന്ന് കണ്ട് സ്പെഷ്യൽ ടോപ്പിക്ക് ഒന്ന് സ്പീഡിൽ ഒരു 2x 1.5x ഒക്കെ ഇട്ട് കണ്ട് ആ രീതിക്ക് പോകാനായിട്ട് നോക്കുക. അതുകൊണ്ട് തന്നെ നമ്മൾ കൂടുതലായിട്ട് റഷ് ചെയ്യാതെ കാര്യങ്ങളൊക്കെ ഒന്ന് കൂളാക്കി എക്സാം ഹാളിലോട്ട് പോയി അറ്റൻഡ് ചെയ്യുമ്പോഴത്തേക്ക് എല്ലാ കാര്യങ്ങളും ഒന്ന് ശ്രദ്ധിച്ച് നല്ല രീതിയിൽ ചോദ്യം വായിച്ചിട്ട് ABCD ഉത്തരങ്ങളിൽ A വായിക്കുമ്പോൾ A കൊള്ളാമെന്ന് തോന്നിയാൽ അപ്പൊ തന്നെ A മാർക്ക് ചെയ്യരുത്. 2025 എക്സാം എഴുതുമ്പോഴത്തേക്ക് A ശരിയാണെന്ന് തോന്നിയാൽ അപ്പൊ തന്നെ A മാർക്ക് ചെയ്യാൻ നിൽക്കരുത്. B ചിലപ്പോൾ അതിനേക്കാളും ശരിയായിട്ടുള്ള ഉത്തരവായിരിക്കും. C ചിലപ്പോൾ അതിനേക്കാളും ശരിയായിട്ടുള്ള ഉത്തരം. ഉദാഹരണത്തിന് ചൂടുള്ള ഒരു സാധനം എഴുതുക എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ A ഇപ്പൊ തേപ്പ് പൊട്ടി എന്നുള്ളതാണ് A എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. B എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പോൾ സൂര്യൻ എന്നായിരിക്കും. അപ്പോൾ A തേപ്പ് പൊട്ടി മാർക്ക് ചെയ്ത് കഴിഞ്ഞാൽ B എന്ന് പറഞ്ഞാൽ സൂര്യൻ ആയിരിക്കും ശരിയായിട്ടുള്ള ഉത്തരം. വരും ചൂടുള്ള ഒരു സാധനം എന്ന് ചോദിക്കുമ്പോൾ നമ്മൾ ചാലഞ്ച് ചെയ്യാൻ പോയിട്ട് കാര്യമില്ല. സൂര്യൻ തന്നെയാണ് തേപ്പ് പൊട്ടിയേക്കാളും ചൂട്. അപ്പോൾ
ആ ഒരു ചാലഞ്ചിലോട്ട് പോകുന്നതിന് മുമ്പ് നമ്മൾ ആ ഒരു കാര്യം അത് ഡിലീറ്റ് ചെയ്തില്ല, ആരും ചാലഞ്ചിൽ ഡിലീറ്റ് ചെയ്തില്ലെങ്കിൽ അതിന്റെ ഉത്തരം സൂര്യൻ തന്നെയാണ്. അപ്പോൾ ചാലഞ്ച് ചെയ്യാൻ പോകുമ്പോഴത്തേക്ക് കുട്ടികൾ ചോദിക്കും തേപ്പോട്ടിക്ക് എന്താ ചൂടില്ലെന്ന് ചോദിക്കും. അപ്പോൾ ചില കുട്ടികൾ തേപ്പോട്ടി ഉത്തരവായിട്ട് എടുക്കുവാണെങ്കിൽ കുട്ടികൾ പറയും തേപ്പോട്ടി ഓൺ ആക്കിയില്ലെങ്കിൽ അത് ക്വസ്റ്റ്യൻ ഡിലീറ്റ് ചെയ്തുകൂടെ എന്നുള്ള രീതിയിൽ ചോദിക്കും. അപ്പൊ ഇതിലോട്ടൊന്നും പോകണ്ട. ക്വസ്റ്റ്യൻ ഡിലീഷനും അതേപോലെ ഈ നിങ്ങളുടെ ആൻസർ കീയിലെ ചേഞ്ചും കാര്യങ്ങളിലോട്ടും നിങ്ങളിപ്പോൾ ചിന്തിക്കേണ്ട. നിങ്ങൾക്ക് ആൻസർ കീയിലെ ചേഞ്ച് നിങ്ങൾക്ക് ഒരു പ്രശ്നമാണെങ്കിൽ നിങ്ങൾ ആ ഒരു ഫൈനൽ കീ വന്നതിന് ശേഷം മാത്രം ആൻസർ നോക്കുക എന്നുള്ള ഇതിലോട്ട് പോവുക. ഫൈനൽ കീ വന്നപ്പോൾ മാത്രം നിങ്ങൾ വരുമ്പോൾ മാത്രം നിങ്ങൾ ആൻസർ നോക്കുക. അങ്ങനെ ആ ഒരു ടെൻഷൻ നിങ്ങൾക്ക് അവോയ്ഡ് ചെയ്യാൻ പറ്റും. അപ്പോൾ അധികം ടൈമൊന്നും വേസ്റ്റ് ചെയ്യാതെ നിങ്ങൾ ആ ഒരു എക്സാമിന്റെ പ്രിപ്പറേഷൻ നല്ല രീതിക്ക് ഒന്ന് എൻഡ് ചെയ്ത് റെസ്റ്റിലോട്ട് പോകുക എന്നുള്ളതാണ് പറയുന്നത്. അപ്പോൾ നമ്മുടെ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ നിങ്ങൾ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക. നിങ്ങളുടെ എക്സാം എഴുതുന്ന എല്ലാ കൂട്ടുകാർക്കും വേണ്ടി ഈ വീഡിയോ ഷെയർ ചെയ്ത് കൊടുക്കുക. നമ്മുടെ ടെലഗ്രാം ചാനൽ ജോയിൻ ചെയ്യാത്തവർ താഴത്തെ ലിങ്ക് ഉപയോഗിച്ചിട്ട് ടെലഗ്രാം ചാനൽ ജോയിൻ ചെയ്യുക. ഇത്ര പറയാനുള്ളൂ. അടുത്ത വീഡിയോയിൽ കാണുന്നത് ബൈ ഫ്രണ്ട്സ്.